20s ഉള്ള പെൺകുട്ടിയുടെ അടുത്ത് എന്താണ് എനിക്ക് പറയാനുള്ളത്? വളരെ ഓപ്പൺ ആയിട്ട്, റോ ആയിട്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ലേൺ ചെയ്തത് പറയാമോ എന്ന് വെച്ചിട്ട് കമൻറ്റ് വന്നിരുന്നു, ഇമെയിലും വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കാര്യങ്ങളിങ്ങനെ ഓപ്പണായി പറയണത് കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. കാരണം നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഞാൻ വിചാരിക്കണത്, ശരിക്കും ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കണം എന്നെക്കാളും സ്മാർട്ടാണ് നിങ്ങളെന്നാ ശരിക്കും വിചാരിക്കുന്നത്. വെറുതെ ഒരു എന്താ പറയുക ബട്ടർ ചെയ്യാൻ വേണ്ടി പറയണല്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പെൺകുട്ടികൾ കുറച്ചുകൂടെ കാര്യപ്രാപ്തിയുള്ള കുട്ടികളാണ് ഇപ്പോഴത്തേന്ന്. എൻ്റെ സമയത്ത് ഞാൻ ഭയങ്കര നൈവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചില സമയത്ത് എന്നെക്കാളും കഷ്ടപ്പാടുള്ള പിള്ളേരുണ്ടാവുമായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നോക്കാം, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ആദ്യം പഠിത്തത്തെക്കുറിച്ചാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ബാങ്ക് ടെസ്റ്റൊന്നും അങ്ങനെ പഠിക്കാൻ പോയിട്ടൊന്നുമല്ല, ഒരെണ്ണം എഴുതിയപ്പോൾ അതങ്ങ് കിട്ടി. പിന്നെ നമ്മൾ കോളേജിൽ മറ്റേ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്ന കമ്പനീസ് ആ സമയത്ത് ജോയിനിങ് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഈ ജോലി ഉള്ളപ്പോൾ എന്നാൽ പിന്നെ ഇതിലങ്ങ് ചേരുക എന്നുള്ള വിചാരിച്ചു. പിന്നെ ബാങ്കിൽ ബോണ്ട് ഉണ്ടായിരുന്നു 3.5 വർഷം. അപ്പോൾ അതുകൊണ്ട് അത്രയും കാലം നിൽക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് ബാങ്ക് എനിക്ക് പറ്റിയ പ്രൊഫഷനല്ലാന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പിന്നെ വീണ്ടും ഞാൻ ഹയർ സ്റ്റഡീസ് മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കോഡിങ്ങായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തീർന്നു. വീണ്ടും നമ്മൾ മാസ്റ്റേഴ്സിൽ ഞാൻ പോയത് IIIT ഹൈദരാബാദാണ്. അവിടെയാണെങ്കിൽ കോഡിങ് പുലികളാണ്. ചെറിയ ചെറിയ പിള്ളേർ +2 കഴിഞ്ഞ് വരുന്നവർ വരെ ഇൻ്റർനാഷണൽ കോഡിങ് കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ബാങ്കിൽ ഇരുന്ന് കോഡിങ് അല്ല ഒന്നും ഓർമ്മയില്ലാണ്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തത്, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് പെട്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു പേടി ഉണ്ടാവും. അയ്യോ ഞാൻ എന്താവും. ചിലവർക്ക് നന്നായി കറക്റ്റായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടാവും, എന്നാലും അവർക്ക് പേടിയാവും. എന്തായി എവിടെ എത്തിയില്ലെങ്കിലോ മാർക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നം ആവുമോ അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഈ ഭയങ്കര പേടിയായിരുന്ന കാര്യം ഇപ്പോൾ ഞാനപ്പോൾ ഒരു ഫ്രണ്ട് അടുത്ത് അവിടെയുള്ള ഒരു കുട്ടിയെടുത്ത് പറഞ്ഞു, അയ്യോ എനിക്ക് ഗ്രേഡ്സൊക്കെ ഭയങ്കര നല്ല ഗ്രേഡ്സ് കിട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നത് തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, ഞാൻ പെട്ടെന്ന് പാനിക്ഡായിപ്പോയി. അപ്പം നമുക്ക് ആരോടും പറയാനും പറ്റില്ല. എൻ്റെ ഒറ്റ ഡിസിഷൻ കൊണ്ടാണ് ഞാൻ ആ ബാങ്കിൽ നല്ല ജോലി രാജിവെച്ച് ഹയർ സ്റ്റഡീസിന് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും എന്താ പറയുക ഇത്രയും വലിയ പുലികളുടെ നടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. പക്ഷെ ആ സ്റ്റാർട്ടിങ്ങിലൊരു കാര്യമാണ് പറഞ്ഞ കേട്ടോ. എന്ന് വെച്ചിട്ട് അത് നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു എൻവയൺമെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്കതറിയാം, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കത് ഞാൻ എവിടെയോ വേണ്ടാത്തൊരു ഡിസിഷൻ എടുത്തു പോയോ എന്നൊക്കെ. ഇനിയൊരു പക്ഷേ ഗോയിങ് ബാക്ക് ഇല്ല. ഞാൻ രാജിവെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് പോകാനും തിരിച്ചു പോകാൻ തോന്നിയിരുന്നില്ല, പക്ഷേ ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റാണെന്നുള്ളൊരു വഴി എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം ഞാനിങ്ങനെ നല്ല ഗ്രേഡ്സ് ഒക്കെ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു അവിടെ പഠിക്കുന്ന ഒരു പയ്യടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഗ്രേഡ്സ് കുഴപ്പമില്ല, ഇപ്പോൾ GPA ഒരു 7 ഒക്കെ ഇറങ്ങിയ 8, അതിൻ്റെ മുകളിലൊക്കെ 9 ഒക്കെ കിട്ടണ്ടേ എന്നല്ല നല്ലത്. അപ്പോൾ അവൻ പറഞ്ഞു ഗ്രേഡ്സ് ഒന്നും മാറ്റർ ചെയ്യില്ല, അതിലൊന്നും കാര്യമില്ല, ജസ്റ്റ് ഒരു 7 ഒക്കെ ഉണ്ടായതിന് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ ഒരു ആക്സിഡൻ്റലായിട്ട് ഇവൻ്റെ മറ്റേ റിപ്പോർട്ട് കാർഡ് നോക്കിയിട്ടാ, എന്തോ ഒരു കാര്യത്തിന് ഒരുമിച്ച് ഓഫീസിൽ പോയപ്പോൾ സാധനം കണ്ടു, എല്ലാം 9. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു 7 മതി, നീ 7 മതി കേട്ടോ, അതിൽ കൂടുതൽ നീ പഠിക്കേണ്ടെന്ന് എൻ്റെ അടുത്ത് ഉപദേശിച്ച ആളാണ്. എനിക്ക് ടെൻഷൻ കാരണം ഞാൻ സ്ട്രെസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ പറഞ്ഞായിരിക്കാം. പക്ഷെ എനിക്ക് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് അവിടുന്ന് പഠിച്ച് പുറത്തു പോയ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഒരു ദിവസം എന്തോ ഒരു കാര്യത്തിന് ഫോണിൽ സംസാരിക്കണം. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു ഗ്രേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഗ്രേഡ്സ് എല്ലാ സബ്ജക്റ്റിനും കിട്ടണമെന്ന് ട്രൈ ടു ഗെറ്റ് ഇറ്റ് എന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല ഉപദേശങ്ങളും കേൾക്കും. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനമ്മമാർ പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും സ്കൂൾ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. കോളേജിലെത്തുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് കേൾക്കാനുള്ള ടെൻഡൻസി വരും, എന്ത് മാർക്കൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, അവസാനം ആരെങ്കിലുമൊക്കെ കെട്ടി അവൻ്റെ കുട്ടികളെയും വേറെ ഇത് നടക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും മാർക്കൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആൾക്കാർ പറയും. ഇതിലൊന്നും എൻ്റെ പൊന്നു പെങ്ങന്മാരല്ല സഹോദരിമാരെ വീണു പോരുത്. ഗ്രേഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് അധ്വാനിക്കുന്ന കുട്ടികളുടെ ലക്ഷണം തന്നെയാണ്. അധ്വാനിക്കാത്തവർക്ക് ഗ്രേഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും തുല്യമായ 2-3 കാൻഡിഡേറ്റ്സ് വരുമ്പം പിന്നെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുക ഗ്രേഡ്സിനും മാർക്സിനും തന്നെയാണ്. എന്ന് വെച്ചിട്ട് മാർക്സ് അങ്ങോട്ട് ഇല്ലാതായി ഉടനെ ചാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മാർക്സ് ഒന്നുമല്ല എന്ന് വിചാരിക്കുന്നത് വിഡിത്തരാണ്.
ഗ്രേഡ്സ് മാറ്റർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. PhD ഒക്കെ അപ്ലൈ ചെയ്യുമ്പം നല്ല ഗ്രേഡ്സ് ഉള്ളവരെ തന്നെയാണ് നല്ല യൂണിവേഴ്സിറ്റീസ്. അന്ന് ഞാൻ പറഞ്ഞത് PhD പോകുമ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തതിന് പോകുമ്പോൾ നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഗ്രേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല സ്ഥലത്തും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ഈസി ആയിട്ട്, എന്നാൽ പിന്നെ എല്ലാവർക്കും ഈസി ആയി പോയാൽ പോരെ, എന്നാൽ പിന്നെ ഈ ഗ്രേഡ്സ് എക്സാംസ് ഒക്കെ എന്തിനാ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ 100% കൊടുക്കുക. പഠിക്കുമ്പോൾ അതിൻ്റെ 100% കൊടുക്കുക. എന്ന് വെച്ച് നമുക്ക് 9 കിട്ടിയില്ലെങ്കിലോ 8 കിട്ടിയില്ലെങ്കിലോ 7 കിട്ടുന്നുള്ളൂ. എന്നാലും നമ്മൾ നമ്മുടെ 100% കൊടുത്തിട്ടാണല്ലോ അത് കിട്ടിയേക്കണേ. അതിന് സന്തോഷിക്കാം. മറ്റേ നമ്മൾ ഉഴപ്പി നടന്നാൽ അന്ന് പഠിച്ചാൽ മതിയായിരുന്നൊരു ഫീലിംഗ് വരും നമുക്ക് നമ്മുടെ ഗ്രേഡ്സ് കണ്ടിട്ട്. എന്തിനാണ് ഞാൻ അങ്ങനെ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് എന്താ നമ്മൾ അവിടെ ചെയ്യേണ്ടത്? അവിടെ ഇരിക്കുകയാണെങ്കിൽ പഠിക്കുക. ഇനി അഥവാ നമുക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലയെന്ന് വിചാരിച്ചോ, കളിക്കുക, എൻജോയ് ചെയ്യുക, രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കാൻ ഞാൻ മാസ്റ്റേഴ്സ് അല്ല, അതിന് മുമ്പ് ബാച്ചിലേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്നൊരു ഞാൻ പഠിപ്പൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നാലൊരു പഠിപ്പിയല്ലാത്തൊരു ഭയങ്കര ഉഴപ്പ് ഒരു കൂൾ വൈബ് അല്ലേ, അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ പല ആൾക്കാരും ഉപദേശിക്കാനായിട്ടുണ്ട്. ഞാൻ പണ്ട് ഒരു കളക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാർക്സ് ഒന്നും കാര്യമില്ല കുട്ടികളെന്ന് സ്കൂൾ കുട്ടികളെ ഉപദേശിക്കുന്ന ആൾ. അപ്പം ഞാൻ വിചാരിച്ചു, നിങ്ങൾ തനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ലേ, തനിക്ക് കുട്ടികളോട് പറയണോ മാർക്കൊന്നും കാര്യമില്ലെന്ന്? പിന്നെ കുട്ടികൾ പഠിക്കുമോ? ഈ പഠിക്കുന്ന എന്തിനാ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. സ്കൂളിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളല്ലേ പഠിക്കണേ. ചിലർ കോളേജിൽ എത്തുമ്പോൾ വിചാരിക്കും ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യില്ല, പിന്നെ എന്തിനാ നമ്മൾ ഇത് പഠിക്കണേ, ബിറ്റ്സ് വെച്ച് പാസ്സായാൽ പോരെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓണസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്രിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറയണത്, നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കണ്ട, ഇപ്പം ആ സബ്ജക്റ്റ് യൂസ്ഫുൾ അല്ലെങ്കിൽ പഠിക്കണ്ട. പിന്നെ നമ്മൾ പശ്ചാത്തപിക്കരുത്, അയ്യോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ ഇരിക്കണ്ട. ആ ഒരു ലൈൻ ഫോളോ ചെയ്യുക. എന്ത് ചെയ്യുന്നു അതിൽ 100% കൊടുക്കുന്ന ലൈൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിനൊക്കെ എതിർത്ത് അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കാം. ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ പറയണേന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. പിന്നെ പഠിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ഇപ്പോൾ എൻ്റെ കേസിലൊക്കെ ചില അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോഴ്സസോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസോ, അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എവിടെ ഏതോ ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് ഇന്നൊരു പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ഞാൻ പഠിക്കണം, എനിക്ക് സ്കിൽസ് ഇതൊക്കെ അക്വയർ ചെയ്യേണ്ടേ, ChatGPT ചോദിച്ച് നമുക്ക് നല്ല വിവരം കിട്ടാൻ പറ്റും. അത് ഇന്നത്തെ എന്താ പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എവിടേക്ക് എത്തണ്ടേ, എന്ത് ജോലി നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കിൽസ്, ഇതൊക്കെ നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ കണക്ട് ചെയ്യുക വേറെ ആൾക്കാരായിട്ട്. ഇപ്പോൾ ലിങ്ക്ഡിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ അസ്പയർ ചെയ്യുന്ന ഓരോ പ്രൊഫഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക. ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടി, എനിക്കിങ്ങനെ ഈ ജോലി എനിക്ക് ഞാൻ എന്തൊക്കെ പഠിക്കേണ്ടത്, എന്തൊക്കെ ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ സ്കിൽസാണ് എനിക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കുക. ആൾക്കാർ പൊതുവെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ എന്തുമാതിരി ആൾക്കാരോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരാളുടെ അടുത്ത് വന്നിട്ട് മെഷീൻ ലേണിംഗ് പഠിക്കണം, എനിക്ക് ഡാറ്റ സയൻസ് എഞ്ചിനീയർ ആവണം, അത് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു. എന്നാൽ ഇയാൾക്ക് ഡേറ്റ സയൻറ്റിസ്റ്റ് എന്താണ്, അയാളുടെ പ്രൊഫഷണൽ, അയാൾ എന്താ ചെയ്യണേ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. ഈ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മുടെ എല്ലാ ഒരു പ്രശ്നങ്ങൾ അയാളുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അയാളൊരു സൊല്യൂഷൻ കണ്ടെത്തുക പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ ഗോളിനെ കുറിച്ച് ഭയങ്കര ആഗ്രഹമുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നമുക്ക് നല്ല ക്ലിയർ ഐഡിയ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി അതിനെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരാളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ എന്താണ് അവരോട് ചോദിക്കുന്നത് ഒക്കെ മാറും. അത് അയാൾക്ക് ആ ക്വയറി കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ വേറെ ആളുടെ തലയിലിട്ട് അയാളിങ്ങ് നമ്മുടെ ലൈഫ് റെഡിയാക്കി തരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. ഇതൊന്നും വർക്കാവില്ല. എന്ത് നമുക്ക് വേണം, നമുക്ക് അതിനെക്കുറിച്ച് നല്ല ആഗ്രഹം വേണം, അത് വേണം എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിൽ വരുന്ന സംശയങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ കൂടുതൽ ആൾക്കാരോട് കണക്ട് ചെയ്താൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിന് ആദ്യം നമ്മൾ നമ്മുടെ ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, കാര്യം നമുക്ക് ഇത് വേണോ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് പഠിക്കേണ്ടത്, അതിനൊക്കെ ഞാൻ റെഡിയാണോ, എനിക്കിതിനെ കൊണ്ട് പറ്റുമോ, എൻ്റെ ഇപ്പോഴത്തെ ഒരു പഠിത്തം മതിയോ അതിന്, അതോ ഞാൻ എക്സ്ട്രാ സ്കിൽസ് അക്വയർ ഉണ്ട്, ഇതൊക്കെ ആദ്യം നമ്മളെക്കുറിച്ചും ആ എത്തേണ്ട ഡെസ്റ്റിനേഷനെ കുറിച്ചും ഒരു അറിവ് ഉണ്ടാക്കി വെക്കണം.
20s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സമയമാണ്. സന്തോഷത്തോടു കൂടി സ്ട്രഗിൾ ചെയ്യേണ്ട സമയം. കാരണം നമ്മൾ ഒരു 35-40 അടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി സെറ്റിൽഡ് ആവാനുള്ള ഒരു ടൈമായിട്ട് വരും. ഇപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പം അത് മാറുമോ പക്ഷെ എനിക്കറിയില്ല. കാരണം പണ്ടൊക്കെ 25 ആകുമ്പോഴേക്കും സെറ്റിൽഡ് ആകുക എന്നുള്ളതായിരുന്നു ഒരു കണക്ക്. ഇപ്പം അതൊക്കെ മാറി എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഫെയിൽ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് 20s. എന്നുവെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ള മേഖലകളിലൊക്കെ മാക്സിമം എഫേർട്ട് ഇടുക. അതിന് പറ്റിയ നമുക്ക് എനർജി ഉണ്ടാവും, ഹെൽത്തും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഹോർമോണൽ ബൂസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള സമയമാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഇതിൽ. പിന്നെ ഇന്ത്യയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ, 21 വയസ്സായപ്പോഴേക്കും PhD കഴിഞ്ഞില്ലേ എന്നുള്ളൊരു അങ്ങനെ ഒരു ഏർലി അച്ചീവേഴ്സിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ബാക്കി എല്ലാവരും ഒന്നിനും ഗുണമില്ലാത്തവരും ഏർലി അച്ചീവേഴ്സൊക്കെ വലിയ സംഭവങ്ങളെന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇവിടെ ഒന്നും വിദേശത്തൊന്നും അങ്ങനെ ഞാൻ കാണുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിൽ പിള്ളേരെ 6 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ നോക്കില്ലേ, 5 വയസ്സാകുമ്പോഴേക്കും ചേർക്കാൻ നോക്കിയാൽ അത് വലിയ കാര്യം. എന്നാൽ ഇവിടെയൊക്കെ എങ്ങനെയാണ്, ജർമ്മനിലൊക്കെ 7 വയസ്സാകുമ്പോഴേക്കും വിടണോ, അവൻ അത്ര എത്തിയിട്ടില്ല, അവൻ്റെ എന്താ പറയുക നല്ല ബോധം വെച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റായിട്ടേ 1-ാം ക്ലാസ് ചേർക്കുന്നുള്ളൂ, അങ്ങനെയാണ് പാരൻസ് പറയണത്. അപ്പോൾ കുറച്ചുകൂടെ ലൈക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കണേ, നമ്മളെല്ലാവരും 6 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നു, അങ്ങനെ പോകണു. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരേ പ്രായത്തിൽ 10th കഴിയണു, പിന്നെ ഏകദേശം ഒരേ പ്രായത്തിൽ ഡിഗ്രി കഴിയണു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരേ സിലബസ്, ഒരേ ടൈം, അങ്ങനെയാണെന്ന് നമ്മളൊരു ഫോൾസ് ബിലീഫ് നമുക്കുണ്ടാവും. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ജനിച്ച ഏകദേശം ഒരു വർഷത്തിന് അതേ വർഷം നമ്മൾ മരിക്കണമല്ലോ, പല പല വർഷമല്ലേ. അപ്പോൾ നമ്മുടെ സിലബസുകൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്, നമുക്ക് പോകേണ്ട വഴികൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ തുടങ്ങുന്നു, ശരി, എല്ലാവരും കൂടെ ഒരു വർഷം ഒരു ക്ലാസ്സിൽ തുടങ്ങുന്നു വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരേ കാര്യമാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കരുത്. നമ്മുടെ ലൈഫ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് സ്കൂളിൽ എടുക്കുന്ന എക്സാംസ് അല്ല കേട്ടോ, ടെസ്റ്റുകൾ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ വീട്ടിൽ നിന്ന് ഒരേപോലെ വരുന്ന ട്വിൻസിന് പോലും ചിലപ്പോൾ ഈ പാഠങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ വേറെ 2 വീട്ടിൽ നിന്ന് വരുന്ന 2 കുട്ടികളുടെ കാര്യം ആലോചിക്കണമല്ലോ, വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സിലബസും നമ്മുടെ ടെസ്റ്റുകളും നമ്മുടെ എക്സാംസും പരീക്ഷണങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കുക. അവൻ ആ സമയത്ത് അത് അച്ചീവ് ചെയ്തുകൊണ്ട് ഞാൻ ഈ സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം നമ്മളിതൊന്നും സെയിം അല്ലേ, ഒരേപോലെയുള്ള 2 സാധനത്തിലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. 2 ഡിഫറെൻറ്റ് കാര്യങ്ങളെ വെച്ച് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അപ്പോൾ അവൻ 23 വയസ്സിൽ കല്യാണം കഴിച്ചായിരിക്കും, അവൾ 23 വയസ്സിൽ കല്യാണം കഴിച്ചു. സോ വാട്ട്, അത് അവൻ്റെ ലൈഫ്, ഗുഡ് ഫോർ യു. എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫ് മനസ്സിലാക്കി, നമുക്ക് എന്താ വേണ്ടത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, കമ്പയർ ചെയ്തിട്ടത് നശിപ്പിക്കരുത്. അടുത്തത് കരിയറിനെ കുറിച്ച് പറയണം. നമുക്ക് നല്ലൊരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഏർലി എക്സ്പീരിയൻസ് ആണ് ഏറ്റവും അധികം വേണ്ടത്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചില സമയത്തുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ പോകേണ്ട ഫീൽഡിലെ എക്സ്പീരിയൻസ് തന്നെ വേണമെന്നില്ല, പല പല എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളത് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. നമ്മൾ കുട്ടികളാകുമ്പം എല്ലാവരും നല്ലവരാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പഠിക്കും. ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവും എല്ലാവരും നല്ലവരൊന്നുമല്ല, പലരും സെൽഫിഷാണ്. ചിലപ്പോൾ നമുക്ക് ആ സെൽഫിഷ്നെസ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ചില സമയത്ത് നമ്മൾ പുറമേ നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കിട്ടും. അങ്ങനെയൊക്കെയാണ്, നമ്മളും സെൽഫിഷാണ്. ഇങ്ങനെയൊക്കെ കുറച്ചൊരു മിക്സ്ഡ് ആയിട്ടാണ്. പിന്നെ ചിലവർ മാറിക്കൊണ്ടിരിക്കും, നമ്മൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ആദ്യം നന്നായി ചിന്തിച്ചിരുന്ന മനുഷ്യൻ്റെ ചിന്തകളൊക്കെ മാറുന്ന കാണാം നമുക്ക് പരിചയമുള്ളവരുടെ. ഇതൊക്കെ ഇങ്ങനെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് അധികം മനസ്സിലാക്കില്ല, പക്ഷേ ജോലിയിലൊക്കെ ചേരുമ്പോഴാണ് നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഏത് കരിയർ ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇന്നൊരാളാവണം. അപ്പോൾ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട രീതിയിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും എൻവയൺമെൻറ്റ്, നമുക്ക് വർക്കിംഗ് എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് എന്തെങ്കിലും കിട്ടുമെങ്കിലും അവിടെ പോയി ചേരുക. എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരായിട്ടൊരു പരിചയമോ, അതൊക്കെ നമുക്ക് ആ എൻവയൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ചിലപ്പോൾ നമുക്ക് ഒരാഗ്രഹമായിരിക്കും അങ്ങനത്തെ ഒരു കരിയറാണ് വേണ്ടതെന്ന്, ചിലപ്പോൾ നമുക്കതായിരിക്കില്ല നമുക്കിഷ്ടം. അപ്പോൾ വഴിയൊക്കെ മാറിപ്പോവും നമ്മളിടയ്ക്ക്. അതിനോടൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കാം, മനസ്സിലായോ? നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ച് ഓപ്പൺ ആയിരിക്കാം. എല്ലാം മാറും. ഇപ്പം ചില കുട്ടികൾ ചെറുപ്പത്തിൽ, ഇപ്പോൾ എൻ്റെ മോനോടൊക്കെ ചോദിച്ചാൽ അവനൊരു പാലിയോntologist ആണെന്നാണ് പറയണത്. ആ വാക്ക് അവനറിയില്ല. ഡൈനോസർ ബോൺസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുറ്റിക്ക് വെച്ച് അടിക്കുന്ന ഒരാളാവണമെന്ന് അവൻ്റെ ആഗ്രഹം. അതൊക്കെ മാറുമെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് പറയും പോലീസ് ആവണമെന്ന്, അതൊക്കെ മാറും. ഇടയ്ക്ക് ഡോക്ടറാണെന്ന് പറയും.
ചിലപ്പോൾ ശ്രീനിവാസിനെ കുറിച്ച് ന്യൂസൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശ്രീനിവാസിനെ പോലെ അഭിനയിക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ മാറും, പിള്ളേരെല്ലാം മാറും. അത് നമ്മളും ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, വലുതാകുമ്പോഴും നമ്മളൊക്കെ മാറും. അപ്പം അത് നോർമലാണ്. നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്കിൽ നമുക്കുള്ളതുകൊണ്ടാണ് മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഓപ്പണായിട്ട് എന്തെങ്കിലും ഒന്ന് ആവണമെന്ന് ഇനിയിപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിലും ഓക്കെ. പിന്നെ ഉള്ളത് സ്കിൽസ് എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഓൺലൈൻ കോഴ്സസ്, പെയ്ഡ് കോഴ്സസ്, സർട്ടിഫിക്കേഷൻ കിട്ടുന്ന കോഴ്സുകൾ, അതൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അക്വയർ ചെയ്യാം. നമ്മൾ എല്ലാവരും ഒരേപോലെ പഠിക്കുകയാണെങ്കിലും നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടെ എക്സ്ട്രാ മുന്നോട്ട് പോകണമെങ്കിൽ, കാരണം എല്ലാവർക്കും നമ്മളെല്ലാം പഠിക്കുന്ന എല്ലാവർക്കും അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലല്ലോ. അപ്പോൾ എത്തേണ്ട സ്ഥാനത്ത് കുറച്ച് സീറ്റ്സേ ഉള്ളൂ എങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ എഫേർട്ടായിരിക്കും നമ്മൾ അവിടെ എത്തിക്കുക. മനസ്സിലായോ? അപ്പോൾ എക്സ്ട്രാ കുറച്ച് സ്കിൽസ് എപ്പോഴും അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്ത് പോകുന്നത് സേഫാണ്. കാരണം അവസാനം ആർക്കും കിട്ടാത്തപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കരയാം. എന്നല്ലാണ്ട് അതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആവുന്നതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കുറച്ച് എക്സ്ട്രാ ചെയ്യുക, കുറച്ച് വേറിട്ട് വഴികളിലൂടെയൊക്കെ ചിന്തിക്കുക. ഇറ്റ്സ് ഓക്കെ. പിന്നെ ചില നഗ്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ലൈഫ് ഫെയർ അല്ല. നമ്മളത് പലപ്പോഴും നമുക്ക് ഫെയർ ആയി ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അല്ലാത്ത കേസസ് വരും. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊരു ഫീലിംഗ് ഒരു 20s വരുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമാവും. ഇങ്ങനെയല്ലല്ലോ ആവേണ്ടത്, നീതി എവിടെ, സത്യം എവിടെ, ധർമ്മം എവിടെ എന്നൊക്കെയുള്ള രോഷങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ വരും. അൾട്ടിമേറ്റ്ലി ലൈഫ് ഇസ് നോട്ട് ഫെയർ. പക്ഷെ നമ്മൾ ഒരു ഫെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റം മൊത്തം ശ്രമിക്കുന്നത്, പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ അത് നമ്മളൊന്ന് ആക്സെപ്റ്റ് ചെയ്ത പല എന്താ പറയുക ഭയങ്കര വിഷമങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി സ്റ്റോയിക്കായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹാർഡായിട്ട് മനസ്സിലാക്കിയതാണ്. നമ്മളിപ്പോൾ സൗന്ദര്യത്തിലൊക്കെ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ ഭംഗിയിലല്ല കാര്യം എന്നൊക്കെയുള്ള കുറേ പൊട്ട കാര്യങ്ങളൊക്കെ നമ്മളെ എന്തോ ഒരു ആപ്തവാക്യങ്ങളാക്കിയിട്ട് പഠിപ്പിക്കും. ബ്യൂട്ടി ഓക്കെ, അത് സബ്ജക്റ്റീവാണ്, പക്ഷെ പ്രസൻറ്റേഷൻ ഇല്ലേ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ UI UX നല്ല വൃത്തിക്ക് ചെയ്തു വയ്ക്കും, ബാക്ക് എൻഡ് ആകെ ഇളകി മറിഞ്ഞ് കിടക്കുകയാണെങ്കിലും ആ പ്രസൻറ്റേഷൻ, ആ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന സംഭവം കിടിലനായിട്ട് ചെയ്യണം. കാരണം നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യും. അത് നമ്മുടെ വർക്ക് മാത്രമല്ല, നമ്മളെ തന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ വൃത്തിക്ക് നടക്കുക, നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, ആകെ ഒരു ഓർഡർ ഇല്ലാണ്ട് സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്താണ്, എങ്ങോട്ടാണ് എന്നുള്ള ആ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒരു പാറ്റേൺ ഉണ്ട്. കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഹൗ വി പ്രസൻറ്റ് അവർ സെൽസ് ആൻഡ് ഹൗ വി പ്രസൻറ്റ് ദ മാറ്റർ, നമ്മൾ എങ്ങനെ സംസാരിക്കണേ എന്നുള്ളതൊക്കെ മാറ്റർ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഭംഗി മാറ്റർ ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ പറയണത്, ഭംഗിയുള്ള കുട്ടികൾക്ക് പല അഡ്വാൻറ്റേജും കിട്ടിയതെന്ന് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാനങ്ങനെ ഭയങ്കര ഭംഗിയുള്ള ഒരാളൊന്നും ഇപ്പോഴുള്ള അത്ര പോലും ഭംഗി ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ, അങ്ങനെ പറയാം. അപ്പം നല്ല ഭംഗിയുള്ള കുട്ടികൾക്ക് എല്ലാവരും ഒരു സോഫ്റ്റ് സ്പോട്ടാണ് അവർക്ക്. ഓക്കെ, എല്ലാവർക്കും അവരോടൊരു പ്രത്യേക മമത ഉണ്ടാവാറുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈഫ് ഇസ് നോട്ട് ഫെയർ, അത് സത്യമാണ്. പക്ഷെ നമ്മൾ ഈ ബ്യൂട്ടി ജനിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ, മൂക്ക് വളഞ്ഞിരിക്കുന്നതോ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും, മുടി ചുരുണ്ടിരിക്കുന്നത്, ഇതൊന്നും ബ്യൂട്ടിയുടെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രസൻറ്റേഷനാണ്. അപ്പം എന്ത് തരം രൂപമാണ് നമുക്കെങ്കിലും നമ്മളതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ള മാറ്റർ ചെയ്യും. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി കാരണം അതാണ് കാണിക്കണേ. നമ്മൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയിൽ അവരെ ക്യാരി ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടാണെന്ന് ഒബ്സർവ് ചെയ്ത്, ഇതിൽ പറയുമ്പോൾ നിങ്ങൾ കുറേ ഫേഷ്യൽ ചെയ്യുക അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫേഷ്യൽ ചെയ്യും, കുറേ ടാൻ റിമൂവൽ, ഇതൊന്നും അല്ല, നേരമൊന്നുമല്ല ഞാൻ പറയണത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? നമ്മളെങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ വേർപ്പൊക്കെ ചെയ്തതിന് മണത്തിരിക്കുന്ന ആളാണെങ്കിൽ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാവില്ല. അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. നീറ്റ്നെസ്, നമ്മുടെ മണം, വായുനാറ്റമുണ്ടെങ്കിൽ ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഓഫ് പുട്ടിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഈ വീട്ടിലെ ഓരോരോ ചിന്താഗതിയാണ് നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ വരുന്നത്. ഞാൻ ഒരു മോയ്സ്ചറൈസർ പോലും ഇടില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന കുട്ടികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരങ്ങനത്തെ ഒരു രീതിയിൽ അവരെ ഗ്രൂം ചെയ്യുന്നതാണ്. നമുക്ക് സ്കിൻ ഡ്രൈ ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നമുക്ക്
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ മുടി ഭയങ്കര ഡ്രൈ ആണെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യണം. അതൊക്കെ നല്ലതാണ്, അതൊക്കെ നമ്മുടെ പ്രസൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായ കുട്ടിയാണ്, ഒരു ചന്ദനക്കുറി അല്ലാതെ വേറെ ഒന്നും ഇടാറില്ല എന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ ചില കുട്ടികളെ കുറിച്ച് പറയാറുണ്ട്. അതെ, ആ കുട്ടി വേറെ ഒന്നും ഇടാണ്ട് അയാൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മുടെ ഇടണം എന്നല്ല, പക്ഷേ ഇടേണ്ടവർ ഇട്ടോട്ടെ. അതൊരു കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ സിമ്പിളായി നടക്കാത്തത് എന്തോ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? സിമ്പിളായി തന്നെ നടന്നാലേ നമുക്ക് അതിനോടൊരു എക്സ്ട്രാ മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കണ ഒരു ഇത് വരും. അങ്ങനെയില്ല. എന്താ വേണ്ടത്, എന്താ നമുക്ക് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓവറായി ഒബ്സസ്ഡ് ആവുക, അതിന് മറ്റ് എക്സ്ട്രീം, ഓവറായി ഒബ്സസ്ഡ് ആയിട്ട് ലൈക്ക് ഭയങ്കര ടിപ്പിക്കൽ അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് സെൻസ് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമുക്കൊരു അട്രാക്റ്റീവ് ആവണം എന്നൊരു ഫീലിങ്ങിൽ. എന്താ ഇപ്പം ടിപ്പിക്കൽ അല്ലാത്ത ഡ്രസ്സിങ് സെൻസ് വെച്ചാൽ ആ സിറ്റുവേഷന് യോജിക്കാത്ത ടൈപ്പ് ഡ്രസ്സിങ് ഒക്കെ ചെയ്യുക. ഇതൊക്കെ പ്രോബ്ലംസാണ്. അതൊക്കെ കുറച്ച് മെച്യൂർഡ് ആയാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ പറയാം, ഈ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തും കുറച്ച് കഴിഞ്ഞാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചുകൂടി നമ്മൾ വേറെ ആൾക്കാരെ ഒബ്സർവ് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടും. എന്താണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് വേണ്ടാത്തതെന്നൊക്കെ. അതിൽ ആൾക്കാരുടെ ഒപ്പീനിയൻ നോക്കിയിട്ടല്ല കേട്ടോ, അവരെന്ത് നമ്മളെക്കുറിച്ച് പറയും നോക്കിയിട്ടല്ല, നമുക്ക് എങ്ങനെ അത് അഡ്വാൻറ്റേജ് ആവുന്നു എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ചില കുട്ടികളുടെ ഒരു ടിപ്പിക്കൽ സംസാരിക്കുമ്പോൾ ട്രേറ്റാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഭയങ്കര പാവമാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് ചിലപ്പോൾ അവരുടെ സർവൈവലിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് പിടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ, എൻ്റെ കൂടെ ഒരു പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു, എക്സാം കഴിഞ്ഞ ഉടനെ കരച്ചിലാണ്, അയ്യോ എനിക്കൊന്നും കിട്ടില്ല. അപ്പം ഞാനൊക്കെ ചോദിച്ചു, പാവം ഫെയിലായി പോയിട്ടുണ്ടാവും. കുട്ടിയായിരുന്നു ടോപ്പർ. ഞാൻ വെറുതെ അല്ല. എന്നിട്ട് ഞാൻ എൻ്റെ വേറൊരുണ്ട്, ഇതിനാണ് ഇവളന്ന് കരഞ്ഞത്. നമുക്കൊക്കെ ഒരു ആവറേജ് മാർക്കേ കിട്ടിയിട്ടുള്ളൂ, നമുക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൾ കരയായിരുന്നു. അവൾക്ക് വേണ്ടി ഞങ്ങൾ ടെൻഷൻ അടിച്ചു. അങ്ങനത്തെ ഉള്ള ഫ്രോഡ് ഉള്ള പരിപാടി കാണിക്കരുത്. ഭയങ്കര നന്മമരമായി കാണിക്കാൻ വേണ്ടി ഫ്രോഡ് ചെയ്യുന്നില്ലേ, അത് ചെയ്യരുത്. അതൊക്കെ ഇൻറ്റഗ്രിറ്റിയുടെ പാർട്ടാണ്. കാരണം പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക, കുട്ടിയെ കരയാണെങ്കിലും 50 ദിവസം മിസ്സായി പോയി എഴുന്നായിരിക്കും കരയണം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. അങ്ങനെ ആ ടൈപ്പ് ആവരുത് നമ്മൾ. പിന്നെ ഇങ്ങനെ ഞാനൊരു പാവാണ് ആറ്റിറ്റ്യൂഡ് പിടിച്ചുള്ള വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, ആൾക്കാർ നമ്മളെ ഒരു ഇരയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ നൈസ് ആവാം, നമ്മൾ പൊളൈറ്റായിട്ട് ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി ബിഹേവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ചെയ്യാം. ജെൻറ്റ്ലി ആവാം നമ്മുടെ ബിഹേവിയർ. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാം, അവതരിപ്പിക്കുക. ഫേം ആയിരിക്കണം കേട്ടോ. ബി നൈസ് ബട്ട് ഫേം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയുമ്പോൾ, ഈ ബിഹേവിയറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. ആൾക്കാരുടെ ഈഗോ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറേ കൂടെ ദൂരെ എത്താൻ പറ്റും. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വീട്ടിലങ്ങനെ കുറേ ചേട്ടന്മാരില്ലാത്ത അനിയന്മാരാണ്, കുറേ കുട്ടികളാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്, എൻ്റെ അനിയനും പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് കുറേ. അപ്പോൾ ഞാനിങ്ങനെ ഈ അനിയന്മാരെ പ്രത്യേകിച്ച് റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലോ, ഇങ്ങനെ വേടാ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ഒരു സെയിം ലെവൽ ആൾക്കാരെന്നുള്ള രീതിയിൽ അവരെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ചേട്ടന്മാരെ എങ്ങനെയാണ് പറയാം, ചേട്ടാ അതൊന്നും എടുത്തൊരു ആ രീതിയിൽ സംസാരിക്കാറുള്ളൂ. അതായത് ഞാനിങ്ങനെ ഭയങ്കര പൊളൈറ്റായിട്ട് ചേട്ടന്മാരോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ കോളേജിൽ അത് കഴിഞ്ഞിട്ട് കേട്ടോ, ചില ആണുങ്ങൾക്ക് എന്നോട് വെറുപ്പാണ്, ഇഷ്ടമില്ലായ്മ. അത് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഇവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവരോട് ഞാൻ അടുത്ത് കൂടെ പോയിട്ടേ ഇല്ല, എന്തിനാണ് ഇവർക്ക് എന്നോട് ഇത്ര ദേഷ്യം, ഭയങ്കര ഒരു ദേഷ്യം എടുത്ത്. അപ്പോൾ പിന്നീട് ആലോചിക്കാൻ മനസ്സിലായി, എനിക്ക് അത് അറിയണ്ടായിരുന്നില്ല. ചേട്ടന്മാർക്കെന്ന് വെച്ചാൽ ചേട്ടന്മാരുടെ ഒരു ഈഗോ ഉണ്ട്. ഇത് പറയുമ്പോൾ ആണുങ്ങളുടെ ഈഗോ എന്ന് വിചാരിക്കും, പെണ്ണുങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും ഉള്ളൊരു ഈഗോയാണ്. അപ്പോൾ ചേട്ടന്മാർക്കെന്ന് വെച്ചാൽ പൊതുവെ അനിയത്തിമാരൊക്കെ ചേട്ടാ എനിക്ക് ചെയ്തു തരുമോ, അങ്ങനൊരു, അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് അറിയില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചേട്ടാ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഭയങ്കര പാവമായിട്ട് അനിയത്തിമാർ ചോദിക്കുമ്പം അവരുടെ ഈഗോ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താ മോളെ വേണ്ടേ ഞാൻ ചെയ്തു തരണം, ആ ഒരു ഇതിലേക്ക് അവർ വരും. അപ്പോൾ ഒരു കാര്യം കിട്ടും. ഞാൻ എന്താ പറയുക, ബാൻഡപ്പടയുടെ കൂടെ ജീവിച്ചുകൊണ്ട് എനിക്കിത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അല്ല എനിക്കിത് വേണ്ട, എനിക്കിതാണ് വേണ്ട, അങ്ങനെ ഞാൻ അങ്ങനെ പറയാ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആർക്കാ ഇഷ്ടപ്പെടുക അങ്ങനെ ഇങ്ങനെ പാവമായിട്ട് നിൽക്കുന്ന കുട്ടികളോ അതോ നമ്മൾ കാര്യമായിട്ട് ഈക്വലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണോ ഇഷ്ടപ്പെടുക? അപ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങൾ കാരണം ജീവിതത്തിൽ വരും. എന്ന് വെച്ചാൽ നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ചേട്ടന്മാരെ നമുക്കൊന്നും കൊണ്ടു തന്നിട്ടില്ല, പക്ഷെ നമ്മൾ അനാവശ്യമായി വെറുപ്പ് സമ്പാദിക്കും. എവിടുന്നാന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒബ്സേർവ് ചെയ്യാം.
എവിടെയാണ് ഫേവറബിൾ ആയിട്ടുള്ള ബിഹേവിയർ കിട്ടുന്നത്? ഞാൻ പറയണത് അപ്പോൾ അതിനുവേണ്ടി എൻ്റെ സ്വഭാവം മാറ്റണമെന്ന് വെച്ചാൽ വേണ്ട. ഈ പ്രാക്ടിക്കലാവുന്നത് നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നാണ് ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി നമ്മൾ ഇൻറ്റഗ്രിറ്റി കളയൊന്നും വേണ്ട. പക്ഷേ ലേൺ സം ടിപ്സ് ആൻഡ് ട്രിക്സ് ഫ്രം ദ പീപ്പിൾ അറൗണ്ട് യു. അത് യൂസ്ഫുൾ ആയിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ പറയണത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചില പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ആണുങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഫെമിനിസം എന്ന് പറഞ്ഞാൽ അവരാണ് അതിൻ്റെ കാവൽക്കാരെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതി, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ആർഗ്യുമെൻ്റൊക്കെ അവരെ ചിന്തിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ ഈഗോ ആണ്. അപ്പോൾ നമ്മൾ വേണ്ടാത്ത സ്ഥലത്ത് ആരും ഉത്ബോധിപ്പിക്കാൻ പോവാതിരിക്കുക തന്നെയാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടെന്നല്ല, അവസരങ്ങളും സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഗുണം ചെയ്യും. നമുക്കവിടെ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അനുസരിച്ച് ഓരോ സ്ഥലത്തും സന്ദർഭത്തിലും പെരുമാറാൻ പഠിക്കുക. അത് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് എനിക്കങ്ങനെ വലിയ കഴിവില്ലാത്തൊരു ഏരിയയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ജനറലി കഴിവുണ്ട് ഈ ഒരു മേഖലയിൽ. പക്ഷെ എന്നെപ്പോലെ ഹതഭാഗ്യരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ആൾക്കാരുടെ ഈഗോ അത് വലിയൊരു സംഭവമാണ്. അത് ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ആണുങ്ങളുടെ ഈഗോനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട കാര്യം, നമ്മൾ ആൾക്കാരെ ഇപ്പോൾ കമ്മ്യൂണിസം ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബുക്സ് കുറേ വായിക്കും, ഇങ്ങനെയൊക്കെ ആൾക്കാരെ നമ്മൾ വിചാരിക്കും നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു വലിയ സംഭവങ്ങളായിരിക്കും. ഈ പറയുന്നതും പ്രാക്ടീസും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിപ്പോക്രൈറ്റ്സ് എന്ന് വെച്ചാൽ അതീവ ഹിപ്പോക്രൈറ്റ്സ്, ഭീകരമായ ഹിപ്പോക്രൈറ്റ്സ്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഒരു സോ കോൾഡ് താഴ്ന്ന ജാതിയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ ഐഡിയലി കമ്മ്യൂണിസം ഒക്കെ പറയുന്ന ആൾക്കാർക്ക് സന്തോഷമല്ലേ വേണ്ടത്? എന്നാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, അവനൊരിക്കലും അതൊക്കെ അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹിച്ച് വോക്കലാവുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആൾക്കാർ പറയുന്ന ഈ വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങളില്ലേ, അതിൽ വീണു പോരുത്. പ്രവൃത്തി അവരുടെ എങ്ങനെയാണ്, ചിന്താഗതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലാണ് കാര്യം. കാരണം ഹിപ്പോക്രൈറ്റ്സ് നിറയെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും ചിന്തിക്കില്ലല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഇത് ആശാൻ ഏത് വകുപ്പിൽ പെടും എന്നുള്ളത് ഞാൻ ശരിക്കും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് ഇതൊന്നും പോയി അവരുടെ അടുത്ത് പറയാൻ നിൽക്കരുത്. പക്ഷെ നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കിയാൽ നമുക്ക് എങ്ങനെ ഒരാളെ അടുപ്പിക്കണം അല്ലെങ്കിൽ അകറ്റി നിർത്തണം എന്നുള്ളത് മനസ്സിലാവും. അടുത്തത് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൂവ് ഔട്ട് ചെയ്യുക, നമ്മൾ വീട്ടിൽ നിന്ന് ഒന്ന് പുറം ലോകം കാണുക എന്നുള്ളത് എക്സ്പോഷറിന് വളരെ നല്ല. ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കോളേജിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ പോയി വരേണ്ട ഒരു സംഭവമായിരുന്നു. പിന്നെ എനിക്കിത് മടുത്തു. പിന്നെ ഞാൻ ബാങ്കിൽ ജോലി കിട്ടിയപ്പോൾ എനിക്ക് പല സ്ഥലത്തായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ അതും എല്ലാം ഗ്രാമപ്രദേശങ്ങളായിരുന്നു. ഞാനൊരു 4 ബ്രാഞ്ചസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഗ്രാമപ്രദേശം. അവിടെ കുറേ ലേണിംഗ് ഉണ്ടായിരുന്നു ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. പക്ഷെ പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഹൈദരാബാദ്. അതെനിക്ക് വലിയൊരു എക്സ്പോഷർ തന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വേറൊരു സ്ഥലത്ത് പോയി നിന്ന് വേറെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ലോകം വളരെ ചെറുതാണ്. നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരായിട്ട് മാത്രം സമ്പർക്കം ഉണ്ടാക്കുമ്പോൾ ലോകം വളരെ ചെറുതാണ്. നമ്മൾ കുറച്ചുകൂടെ വേറെ സ്ഥലങ്ങളിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എസ്പെഷ്യലി ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അതിന് ചെയ്യാം. വീട്ടിൻ്റെ അടുത്തുനിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഡൽഹി, ഹൈദരാബാദ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോവുക. പിന്നെ പീപ്പിൾ ആർ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ്. പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരും. പക്ഷേ നന്നായി ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. അതൊരു സ്കില്ലാണ്. നമുക്ക് ചെയ്ത് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ എന്താ പറയുക, മുഖം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പേര് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ജാതി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ മതം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇതൊക്കെ വെറുതെയാണ്. ഓരോരുത്തരും യുണീക്കാണ്. അത് അവർ വളർന്നു വരുന്ന സാഹചര്യം, അത് അവരെങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നു, ആ സാഹചര്യത്തെ ഇതിനനുസരിച്ച് ആൾക്കാരുടെ ബിഹേവിയറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഹിപ്പോക്രൈറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ കെയർഫുള്ളാന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കുകയല്ല, നല്ല ഓപ്പൺ മൈൻഡ് ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക.
നമ്മളെ മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയാണ്, ഇതാണ് എനിക്കിഷ്ടം, ഇതൊക്കെ മാറി കിട്ടുക നമ്മൾ വേറൊരു എൻവയൺമെൻറ്റിൽ പോയി നിൽക്കുമ്പോഴാണ്. പിന്നെ ആൾക്കാർ മാറും, നമ്മളും മാറും, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യും. ആ കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇയാളെപ്പോഴും ഇങ്ങനെയാണെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാടുപെടും. എല്ലാം മാറിക്കൊണ്ടിരിക്കും. ആൾക്കാരുടെ ബിഹേവിയർ, അവരുടെ വിശ്വാസങ്ങൾ എല്ലാം മാറും. അപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ എസ്പെഷ്യലി സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് റിസ്ക് ഭയങ്കരമായിട്ട് എടുക്കാണ്ട്, എന്നാൽ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് മിനിമൈസ് ചെയ്യാണ്ട് ഒരു ബാലൻസിൽ അങ്ങോട്ട് പോവുക. പിന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണ ഓരോ ദിവസം നടക്കണ നമ്മുടെ ചിന്തകൾ, നമ്മൾ എന്തൊക്കെ നടക്കണോ ആ കാര്യങ്ങളൊക്കെ ഒരു റെക്കോർഡ് വയ്ക്കുക. ജേർണലിങ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്തിരുന്നത്, ഞാൻ ഒരു ഇമെയിൽ ID ഉണ്ടാക്കി ആ ഇമെയിലിലേക്ക് ഞാൻ എന്നും ഒരു മെയിൽ അയക്കും. അപ്പോൾ നമ്മുടെ ഇൻബോക്സിൽ വന്ന് കിടക്കും. സെൻഡ് ഐറ്റംസിൽ നമ്മൾ അയച്ചിട്ടുണ്ടാവും, ഇൻബോക്സിൽ അത് വന്ന് കിടക്കും. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ ഇമെയിലിൽ എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ മെയിൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മളെങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് ആ കത്തുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രാക്ടീസാണ്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രെങ്ത്സ്, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്ട്രെങ്ത്സ്, നമ്മുടെ ആക്ച്വൽ സ്ട്രെങ്ത്സ്, നമ്മുടെ വീക്ക്നെസ്സസ്. വേറെ ആൾക്കാർ നമ്മുടെ വീക്ക്നെസ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ശരിക്കും വീക്ക്നെസ് ആണോ, ശരിക്കുള്ള നമ്മുടെ വീക്ക്നെസ്സസ് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പിന്നെ ഇവഞ്ച്വലി നമുക്ക് കൂടുതലും മനസ്സിലാവും കേട്ടോ. പിന്നെ മനസ്സിലാക്കുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ചേഞ്ച് ആവുമല്ലോ. ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ നോർമലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് എന്തൊക്കെ ബിഹേവിയറൽ ഫ്ലോസ് ഉണ്ടെന്നുള്ളത്, നമ്മൾ ആ ഫ്ലോസ് കാരണം നമ്മൾ എവിടെയൊക്കെ തഴയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ അടി ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും അടി കിട്ടും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒന്ന് കുറച്ച് ബോധമുള്ള ആൾക്കാരോട് ചോദിക്കുക. അപ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഇല്ലേ അങ്ങനെ ഒന്നുമില്ല, നീ നല്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിലുള്ള കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് അങ്ങനത്തെ ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടേക്കണം. ഒന്ന് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടാന്ന് വെച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും, പറയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമത് അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മളെന്ത് വിചാരിക്കുന്നുള്ള പേടിയുണ്ട്, അവർ പറയില്ല. ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് സത്യം പറയാതിരിക്കുക. പിന്നെ ചിലരൊക്കെ അറിയണ്ടാവില്ല ജെനുവിൻലി നമ്മൾ നല്ലതെന്ന് വിചാരിച്ചേക്കണം. പക്ഷെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവില്ല. നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് അറിയണമല്ലോ. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാർ, കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് തരുന്ന ആൾക്കാർ എന്തുകൊണ്ട് അവരത് പറയണു, അപ്പം നമ്മൾ എന്തെങ്കിലും അപ്പം അത് അങ്ങനെ അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്, മനസ്സിലായോ? ഈ നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചത് ചെയ്യുക എന്നത് നമ്മുടെ മനസ്സിലെ കാര്യം, അതെങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് ആക്ച്വൽ കാര്യം, അല്ലേ? അതാണ് മാറ്റർ ചെയ്യാം. നമ്മളിപ്പോൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് മോശമായിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിൽ അൾട്ടിമേറ്റ്ലി മോശമാണ്. എൻ്റെ ഉദ്ദേശം നല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ അത് എവിടെയാണ് നമ്മുടെ ആ പിഴവ് പറ്റിയത്? കമ്മ്യൂണിക്കേഷനാണോ, എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നണം. നിങ്ങൾ ലൈഫിലെ ചില സർക്കംസ്റ്റൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എന്ത് പറയും, ഞാൻ നല്ല കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ട് അതങ്ങനെ അല്ല വന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആവാതിരുന്നത് എന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ. പിന്നെ കല്യാണത്തെക്കുറിച്ച് പറയാനുണ്ട്. കല്യാണത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ പലരും കല്യാണം കഴിക്കാനുള്ള റൈറ്റ് ഏജ്, കല്യാണം കഴിക്കണോ, എല്ലാവരും കഴിക്കുന്നുണ്ട്, ഞാൻ കഴിക്കണോ, ഫാമിലി ചോദിക്കേണ്ട കഴിക്കണോ? കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ടിക്കിടേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിലുള്ളൊരു കാര്യമായിട്ടാണ് എൻ്റെയൊക്കെ സമയത്ത്. അത് കാരണം ഞങ്ങൾക്ക് കുറേ സഫർ ചെയ്തു. പക്ഷേ ഇന്നൊക്കെ കുട്ടികൾ കുറച്ചുകൂടെ കല്യാണം കഴിക്കേണ്ട, ഇൻഡിപെൻഡൻ്റ് ജീവിക്കാം, അതൊരു ഓപ്ഷനാണ്. അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി ആരും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയുമോ, ഈ കഴിക്കുന്ന പാർട്ട്ണറില്ലേ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ വിഷമിക്കും. അപ്പോൾ അതിലും ഭേദം ഒരു മോശം പാർട്ട്ണറെ കിട്ടുന്നേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അതാണ് സത്യം. പക്ഷേ നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ, അങ്ങനത്തെ കോൺസെപ്റ്റിലൊന്നും കല്യാണം കഴിക്കരുത്. നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരാൾ, നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യണേ, ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അല്ലാതെ തത്വത്തിൽ നല്ല ഒരു മനുഷ്യൻ എന്നുള്ള രീതിയേക്കാളും നമുക്ക് ഒരു കൂടെ കൂട്ടാൻ പറ്റിയൊരു മനുഷ്യനെ കാണുകയാണെങ്കിൽ കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ അറിയില്ല, ഞാൻ അങ്ങനെ അത്ര ഫേവറബിൾ അല്ല കല്യാണം കഴിക്കണെ കുറിച്ച് ജനറലി. വേറെ ആൾക്കാരുടെ ഇത് വെച്ചിട്ട് ഞാൻ കുറേ കാലം സിംഗിളായി നടന്നൊരു ആളാണ്. പക്ഷെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ റൈറ്റ് ആളെ കിട്ടിയില്ലെങ്കിൽ കഴിക്കാണ്ടിരിക്കുക, കിട്ടിയാൽ ഹാപ്പിയായി ജീവിക്കുക. പിന്നെ കല്യാണത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ വിചാരിക്കാനുള്ള കാര്യം, നമുക്ക് പരസ്പരം
ബുദ്ധിമുട്ടാണ് പരസ്പരം ഒന്നിച്ച് പോകുന്നതെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക നല്ലത്. ഞാൻ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് മാരേജ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ചേഞ്ച് ആവും. അപ്പം ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ കല്യാണത്തെ സമീപിച്ചാൽ ആരും പരസ്പരം ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആവില്ല. ഒന്നും പെർമനൻ്റ് അല്ല. ഞാൻ അങ്ങോട്ട് നന്നായിരിക്കണം, അയാൾ ഇങ്ങോട്ട് നന്നായിരിക്കണം, എന്നാൽ മാത്രമേ സംഭവം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള വിശ്വാസം രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആ രണ്ടുപേരെയും നന്നായി കൺസിഡർ ചെയ്യും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നന്നാവും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവളെൻ്റെ ഭാര്യയല്ല, അവളെന്നെ പറഞ്ഞാൽ അനുസരിക്കണ്ടേ, അല്ലെങ്കിൽ ഇയാളെൻ്റെ ഭർത്താവ്, ഇയാളെന്ന് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിങ്ങിലേക്ക് വന്നാൽ പിന്നെ ആർക്കോ വേണ്ടിയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു എന്നാവും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അത് എൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പിള്ളേരൊക്കെ വരുമ്പോൾ കോംപ്ലിക്കേഷനാണ്. എന്നാലും ഞാൻ പറയുന്നത് ഇത് ഒരു പെർഫെക്റ്റ് സ്വപ്ന ലോകം, സ്വർഗം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കണേക്കാളും ലെറ്റ്സ് ഗോ ടുഗെദർ ടിൽ വി എൻജോയ് ഈച്ച് അതേഴ്സ് കമ്പനി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ വിചാരിക്കാം. പിന്നെ ഒരു പെർഫെക്റ്റ് ഏജൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ സിലബസും ഓരോരുത്തരുടെ ടെസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ലൈഫ്. അപ്പോൾ അവിടെ നമുക്ക് വന്ന് ഭവിക്കുന്നത് അതിൻ്റെ ടൈമിൽ, എല്ലാത്തിനും അതിൻ്റെതായ അത് തന്നെ. പിന്നെ കുട്ടികളുണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ പറയണത്, പണ്ടൊക്കെ ഇത് ഈ ടിക്കിട്ട് പോകുന്നതിൻ്റെ സംഭവമായിരുന്നു കുട്ടികളുണ്ടാകുന്നത്. എനിക്ക് കുട്ടികളുണ്ടാകുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ, കുട്ടികളുണ്ടാവുന്നത് അവർക്ക് നമ്മൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ കുട്ടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ എഫേർട്ട്, ടൈം, അതിന് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സാണ്. പാരൻറ്റിങ് ഹാപ്പിനെസ്സാണ്. പാരൻറ്റിങ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കാതിരിക്കുക. കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം കുട്ടികൾക്ക് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് തോന്നുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കുട്ടീനെ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത് പഠിക്കുന്ന രീതി. ഞാൻ ആ ഒരു പഠന രീതിയിൽ മോനെ ഞാൻ റേസ് ചെയ്തപ്പോൾ ഞാൻ മാറിപ്പോയി. ഞാൻ അവനെ റേസ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ആ പഠിച്ചതിൽ നിന്ന് ഞാനാകെ മാറിപ്പോയി. എനിക്ക് കുറേ നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കുട്ടീനെ ലോകത്തേക്ക് കൊണ്ടുവരിക, അതിന് കാര്യങ്ങൾ എങ്ങനെയാണ് ശരിക്കും ചെയ്യുക എന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ പാരൻസ് ടിപ്പിക്കൽ പാരൻറ്റിങ് അറിയില്ല, കുട്ടി ഉണ്ടാവും, എങ്ങനെ വളർന്നോളൂ എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മയൊക്കെ. അതൊന്നും അല്ല, അങ്ങനെയൊക്കെയാണ്, എങ്ങനെയും ഉണ്ടായിക്കോട്ടെ, നമുക്ക് ടിക്കറ്റാ പോരെ എന്നുള്ള രീതിയിലാണെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കരുത്. അവരുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഒരു എനർജിയും നമ്മുടെ ടൈമും നമ്മുടെ മണിയും നമ്മുടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ. പക്ഷെ അത് റിവാർഡിംഗ് ആയി തോന്നുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര സംഭവമായിരിക്കും, അല്ലാത്തവർക്ക് അത് പോക്കായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ളത് വേറെ ഒരാൾക്കും നമ്മൾക്ക് വേണ്ടി തീരുമാനിച്ചു തരാൻ പറ്റില്ല. ഓൺലി വി ക്യാൻ ഡിസൈഡ്, ആൻഡ് വാട്ട് എവർ യു ഡിസൈഡ് ദാറ്റ്സ് റൈറ്റ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ കുട്ടികൾ ഉണ്ടാവുന്ന വയസ്സിനെ കുറിച്ച് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നേരത്തെ ഉണ്ടാവണം എന്ന് പറയും. എനിക്ക് മോനുണ്ടായത് 33 ആയപ്പോഴാണ്. അത്രയും കാലം ഞാൻ കുറേ മുമ്പ് കല്യാണം കഴിച്ചാണ്. ഞാൻ കുട്ടീൻ്റെ അതിൻ്റെ സ്റ്റേബിളായി, ഇമോഷണലി സ്റ്റേബിളാകുന്ന സമയത്തും ഫിനാൻഷ്യലി സ്റ്റേബിളാകുന്ന സമയത്തും കുട്ടി ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ 33 വരെ ആയത്. അതിലെനിക്കൊരു റിഗ്രറ്റും ഇല്ല. നേരത്തെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വിചാരമേ ഇല്ല. കാരണം ഞാൻ ഇമോഷണലി കുറച്ചുകൂടെ മെച്ചുവർഡ് ആവാണ്ട് കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സഫർ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഐ തിങ്ക് ഐ ഡിഡ് ദ റൈറ്റ് തിങ്. ഇഫ് ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഓവർ ഇത് തന്നെയാണ് നടക്കുക. പിന്നെ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എഗ് ഫ്രീസിങ് മുതലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്യിക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായി വളരുക എന്നതിനേക്കാളും കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് നല്ലത്, ഉണ്ടാക്കണ്ട എന്നുള്ളത് വിചാരിക്കുന്നത് നല്ലത്. എന്നാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഹാപ്പി ആയിട്ട് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കുന്നത് ഭയങ്കര സൂപ്പർ കാര്യമാണ്. പിന്നെ ഈ ലൈഫിന് അർത്ഥം കുട്ടികളുണ്ടെങ്കിൽ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. കാരണം കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമല്ല, ആ കുട്ടിയുടെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നില്ലെങ്കിൽ, മനസ്സിലായോ, സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ അവരെന്നും പാരൻസിനെ ബ്ലെയിം ചെയ്യും. അതാണ് പലപ്പോഴും നമ്മൾ കാണണേ. പാരൻസിന് കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അതിന് പകരം വേണമെങ്കിൽ ഒരു 10,000 രൂപയുടെ എന്തെങ്കിലും ടോയ് വാങ്ങിച്ചു കൊടുക്കാം. എനിക്ക് അവനോട് ഇഷ്ടമുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ പ്രൂവ് ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കണേ. നമ്മുടെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സമയമാണ് ഏറ്റവും എക്സ്പെൻസീവ്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം കുട്ടികൾ ഉണ്ടാക്കുക. അടുത്തത് കംഫർട്ട് സോണിനെ കുറിച്ചാണ്. അത് ബ്രേക്ക് ചെയ്യുക, അതൊരു ഗെയിം ചേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അല്ലേ, നമ്മുടെ രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റൊരു കാര്യം പഠിക്കുക, കംഫർട്ട് സോൺ എന്തായിരിക്കും, കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉപകാരപ്പെടും.
ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിലേ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തുന്നൽ കോഴ്സെങ്കിലും എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും തുന്നൽ പഠിക്കണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പഠിപ്പിക്കണ്ടാവുമല്ലോ, അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ പഠിക്കുമായിരുന്നു. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ എസ്പെഷ്യലി എനിക്ക് പെൺകുട്ടികളില്ല, വേറെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് ചെറിയ ചെറിയ കുപ്പായങ്ങളൊക്കെ തുന്നി കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് കുറേ ടൈം വേണ്ടി വരും അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെറുപ്പത്തിൽ പഠിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്കിൽസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആൾക്കാരോട് പോയി ചോദിച്ച് പഠിക്കാൻ നിന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതിപ്പോൾ സോയിങ് മാത്രമല്ല, ഇപ്പോൾ ബേക്കിംഗ് അല്ലെങ്കിൽ കുക്കിംഗ് പ്രൊഫഷണലി പഠിക്കുക, അല്ലെങ്കിൽ ഒരു കാലിഗ്രഫി കോഴ്സ് എടുത്ത് പഠിക്കുക, ഒരു ഹോബീസ് ഉണ്ടാക്കുക. അപ്പോൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്. കാരണം കംഫർട്ടബിളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പുതിയതൊന്നും പഠിക്കാനും സമയം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കുട്ടികളായിട്ട് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ജീവിക്കും. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇന്ന സമയത്ത് ഇവിടെ പോയി ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലൊരു എക്സ്ട്രാ ലേണിംഗ് വരും. അപ്പോൾ പുതിയ ഹോബീസ് വരും, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യും, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ആ എൻവയൺമെൻറ്റ് അല്ലാണ്ട് വേറെ സ്ഥലത്തെ ആൾക്കാരെ പരിചയപ്പെടും. ട്രാവൽ ചെയ്യുന്നതൊക്കെ കുറച്ച് അൺകംഫർട്ടബിളാണ് ഇനിഷ്യലി. കുറേ പ്ലാൻ ചെയ്യണം, റിസ്കുകൾ ഉണ്ടാവും, പൈസ, അങ്ങനത്തെ എല്ലാ അൺകംഫർട്ടബിൾ കാര്യങ്ങളും 20s ചെയ്യണം. ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ആദ്യം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പേടിയാണെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് നോക്കുക. പിന്നെ കോഡിങ് പഠിക്കാൻ നോക്കുക. കോഡിങ്ങൊക്കെ പഠിക്കാൻ ഇപ്പോൾ ചില ആൾക്കാർക്ക് തന്നെ പേടിയായോ, എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് അതൊന്നും അറിയില്ല. അതാണ് അൺകംഫർട്ടബിളായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതൊക്കെ ഭയങ്കര റിവാർഡിങ് ആണ്. കോഡിങ്ങൊക്കെ നമുക്ക് കുറേ സമയമെടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, കോഡിങ് കൊണ്ട് പടപടേന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ആകെ ഉള്ളത് ആറ്റിറ്റ്യൂഡാണ്. ഇതൊന്നും എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ യുവർ റൈറ്റ്, പഠിക്കാൻ പറ്റില്ല. മെല്ലെ പഠിച്ച് മെല്ലെ നമുക്ക് എത്താലോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിൽ അതും യുവർ റൈറ്റ്, പറ്റും. എല്ലാം നമ്മൾ വാട്ട് വി തിങ്ക് ആണ്. വാട്ട് വി തിങ്ക് ഇസ് ട്രൂ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാക്കിയാൽ കംഫർട്ട് സോണിൽ നിന്ന് എളുപ്പം മെല്ലെ ഇറങ്ങി നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പുതിയ വേൾഡ്സും പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടും. വേറൊരു കാര്യമുള്ളത്, ചില ആൾക്കാർക്ക് സ്വന്തം ബോഡീനെ കുറിച്ച്, പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി, അവർക്ക് അവരുടെ ബോഡീനെ കുറിച്ച് മനസ്സിലാക്കാൻ പേടിയാണ്. അത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം കാരണമാണ്. പക്ഷേ നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ, ഇതൊന്നൊരു മാറ്റർ ഓഫ് ഷെയിം അല്ല, നമ്മുടെ റൈറ്റ് ടു നോ ആണ്. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അവരൊരു ഇന്ത്യൻ ഹസ്ബൻഡാണ്. ആൾക്ക് ജർമ്മനാണ്, പക്ഷെ ആളുടെ ഹസ്ബൻഡ് ഇന്ത്യനാണ്. അപ്പോൾ ആളുടെ മദർ ഇൻ ലോയ്ക്ക് എന്ന് വെച്ചാൽ ഈ ഇന്ത്യക്കാരൻ്റെ അമ്മയ്ക്ക് ബേസിക് ആയിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങൾ എന്നുള്ളത് ഇവരുടെ അടുത്ത് പറയുകയാണ്. എനിക്ക് അത്രയും ഈ കാര്യങ്ങൾ നമ്മൾ ഷെയിമായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയാനോ ആൾക്കാർക്ക് അറിവോ ഇല്ല. അവൻ മദർ ഇൻ ലോ ആണ്. അപ്പം നമ്മുടെ എത്ര പ്രായമുള്ള സ്ത്രീയാണ് പറയേണ്ടതല്ലേ, അവർക്കൊരു മോനുള്ളതല്ലേ, പക്ഷെ അറിയില്ല. അപ്പം എനിക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് സത്യമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഷെയിമായി കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പീരീഡ്സ് പെയിൻ നോർമലൈസ് ചെയ്യുന്നത്, എത്ര പെയിൻ ആണെങ്കിലും നോർമലാണ്, അതൊക്കെ ഒരു സാധാരണമല്ല. എല്ലാം ചെക്ക് ചെയ്യുക. അതുകൊണ്ട് വൈറ്റൽസ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതിൻ്റെയൊക്കെ അളവ് നോക്കുക, ഡോക്ടറെ കാണുക. ചില ഡോക്ടർമാരുണ്ട്. ഇപ്പം എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് പീരീഡ് പെയിൻ കാരണം ഞാൻ ബോധം കെട്ട് വീഴുന്ന ഒരാളായിരുന്നു. എക്സ്ട്രീം പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ബേഴ്സൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എൻ്റെ കൈ പിടിച്ചിട്ട് ഞെക്കിയിട്ട് ആവശ്യത്തിന് ബ്ലഡൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് പോയി. ശരിക്കും എൻ്റെ ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവായിരുന്നു. പിന്നീട് ഞാൻ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ വളരെ കുറവാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വേറെ ഡോക്ടറെ കണ്ട് അതിൻ്റെ മെഡിസിൻ. അപ്പോൾ മൊത്തത്തിൽ സൊസൈറ്റിയുടെ പാർട്ടാണല്ലോ ചില ഡോക്ടേഴ്സും, എല്ലാ ഡോക്ടേഴ്സും. അപ്പോൾ ചിലവർക്ക് അത് കൺസിഡർ ചെയ്യില്ല നന്നായിട്ട്. ഈ പീരീഡ് പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ചിലപ്പോൾ ആണുങ്ങൾ പറയണേക്കാം, ഇതൊക്കെ ഒരു പെയിനാണോ, എത്ര ആണുങ്ങൾ സഹിക്കുന്നതിനേക്കാളും. എല്ലാ മാസവും വരുന്ന പെയിൻ ഭയങ്കര പെയിനാണ്. അത് പക്ഷേ എല്ലാവർക്കും ഭയങ്കര പെയിനില്ല. പെയിൻ കുറവുള്ള ആൾക്കാരുണ്ട്, കൂടുതൽ ആൾക്കാരുണ്ട്, ബാക്ക് പെയിനുള്ള ആൾക്കാരുണ്ട്, 2-3 ദിവസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ അടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്, ഒക്കെ എൻ്റെ ഫ്രണ്ട്സിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒരു തട്ടിൽ കാണാണ്ട് ചിലർക്ക് ഭയങ്കര പാടാണ്. അവർക്കത് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീവോ ഹോളിഡേയ്സൊക്കെ കിട്ടാൻ ഗവൺമെൻറ്റൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ എങ്ങനെ പറ്റണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഓരോരോ വീഡിയോ ഒക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ പറയണത്. എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. പെയിൻ ഇസ് റിയൽ, ഭയങ്കര റിയലാണ്. ആൻഡ് ആകെ അതിൻ്റെ ഭീകരത എന്ന് വെച്ചാൽ ഒരു തവണ സഹിച്ചാൽ പോരല്ലോ, എല്ലാ മാസവും സഹിക്കണമല്ലോ എന്നുള്ളത് അതിൻ്റെ ഭീകരത വീണ്ടും കൂട്ടും. അപ്പോൾ നമ്മുടെ ബോഡി അറിയാം, അതിന് എന്തെങ്കിലും നമുക്ക് നോർമൽ ഫങ്ഷനിങ്ങിന് പറ്റാത്ത എന്തെങ്കിലും കാര്യം ബോഡി ഉണ്ടെങ്കിൽ അതിന് ഡോക്ടറിനെ കാണുക, എഫേർട്ട് ഇട്ട് അതിലൊക്കെ. ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്നൊരു സമൂഹം ചുറ്റുമുണ്ട്, അവർ പറയുന്നത് കേൾക്കാണ്ടിരിക്കുക.
പിന്നെ ഉള്ളത് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. നമ്മൾ ചില സമയത്ത് അങ്ങനെ ഞാൻ എന്താ അങ്ങനെ ബിഹേവ് ചെയ്തേ എന്നങ്ങനെ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ് ഉണ്ടോ ചെറുപ്പത്തിൽ? എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പരിചയപ്പെട്ട എല്ലാവർക്കും അടുത്തറിയണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമാറ്റിക് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഹീൽഡ് അല്ലാത്ത കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഹെൽപ്പ് വേണോ? നമുക്കല്ലാത്ത നമ്മൾ സെൽഫ് ഹാമിങ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ടോ? അതൊക്കെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ആരും വരില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഈ പറയണ പാരൻസോ ടീച്ചേഴ്സോ ആരും വരില്ല. കാരണം എല്ലാവരും അവരവരുടെ രീതിയിലാണ് നമ്മളെ കാണുന്നത്. നമുക്ക് മാത്രമേ നമ്മളെ അറിയുള്ളൂ നന്നായിട്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത പാരൻസിനെ കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾ ലക്കിയാണ്. അങ്ങനെ അല്ലാത്ത ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞാണ്. നമ്മളെ സഹായിക്കാൻ കൈപിടിച്ച് ഉയർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് യുവർ സെൽഫ്. ഓക്കെ. പിന്നെ കോൺഫിഡൻസിനെ കുറിച്ച്. കോൺഫിഡൻസ് നമ്മളെങ്ങനെയാണോ അങ്ങനെ കംഫർട്ടബിളായി ഇരിക്കുമ്പോൾ വരുന്നൊരു സംഭവമാണ് കോൺഫിഡൻസ്. എങ്ങനെയാണോ നമ്മളുള്ളത് അതിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുള്ളപ്പോൾ ഇപ്പോൾ പാരൻസ് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പാരൻസിനെ ബ്ലെയിം ചെയ്യൂലേ, അവർ അങ്ങനെ മനസ്സിലാക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വലിയതാകുമ്പോഴും നമ്മൾ പറയും അത് കാരണമാണ് എനിക്ക് പ്രശ്നം. പക്ഷെ അങ്ങനെ പറഞ്ഞു നിന്നിട്ട് ഇപ്പം എന്താ കാര്യം? അവർ മാറുമോ? നമുക്കെന്തെങ്കിലും ബെറ്റർ ആകുമോ? നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സെൽഫ് പിറ്റി കൊണ്ട് ഒരു സമാധാനം കണ്ടെത്തുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവരങ്ങനെ പണ്ട് ചെയ്തു പോയി. ഇപ്പം അവർ റിപ്പൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ പോട്ടെ, അത് മാറ്റർ ചെയ്യുന്നില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്കാരെ ബ്ലെയിം ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളില്ലേ അതിലേക്ക് നമ്മൾ എഫേർട്ട് എടുക്കുക. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരിക. ആ പോണ വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മളെങ്ങനെ കാണും? അങ്ങനെ നമ്മളെ കണ്ടു തുടങ്ങിയാൽ ആ കുട്ടി എന്തെങ്കിലും ചെറുത് അച്ചീവ് ചെയ്യുമ്പോൾ അടിപൊളി കിട്ടോ എന്ന് പറയില്ലേ, അത് നമ്മളോട് പറയാം. നമ്മളെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, സന്തോഷിക്കുക, പ്രശംസിക്കുക, സങ്കടം വരുമ്പോൾ സാരില്ല എന്ന് പറയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് വരികയെന്ന് എനിക്ക് തോന്നണേ. പിന്നെ പൈസയിലൊന്നും കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. പൈസയിലൊക്കെ കാര്യമുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അത് കുറേ കോൺഫിഡൻസ് തരും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് എക്സ്ട്രീംലി അനോയിങ് ആണ്. സോ ചെറിയൊരു ഇൻകം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുക, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക, പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം അറിയുമെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കേ, ചെറിയ കുട്ടികൾക്ക് എടുക്കാമല്ലോ, കുറച്ച് വലുതല്ലേ നിങ്ങൾ, കുറച്ച് പഠിത്തമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. പക്ഷേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, തെറ്റ് പഠിപ്പിച്ചു കൊടുക്കരുത്. കാരണം നമ്മുടെ ഇൻറ്റഗ്രിറ്റി വിട്ട് കളിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് ഒരു ചാനലൊക്കെ തുടങ്ങാൻ ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വളരെയധികം പോസിബിലിറ്റീസ് ആണുള്ളത്. അതൊക്കെ യൂസ് ചെയ്യുക, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, മണി കുറച്ചായിട്ട് ഗ്രോ ചെയ്യുന്നത് കാണുക, സന്തോഷിക്കുക. വീട്ടിലെ ചില എക്സ്പെൻസൊക്കെ നമ്മുടെ പ്ലാൻ ചെയ്യുക, കുറച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലൈഫ് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആവും. നമ്മൾ ചിന്തിക്കാത്ത കുറേ വഴികൾ തുറന്നു വരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പെട്ടെന്ന് നന്നാവും നമ്മുടെ ലൈഫ് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഓക്കെ ന്യൂയോർക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക എന്ന് വെച്ചിട്ട് ന്യൂയോർക്ക് വെച്ചിട്ടല്ല നമ്മൾ ബുക്ക് ചെയ്യുക. ആ രീതി ലൈഫിന് പറ്റില്ല. ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് എന്താ അത് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നതല്ല, നടക്കുന്നതാണ് ലൈഫ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ദൂരം ഏകദേശം അവിടെ എത്താം. എന്നാൽ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ പോകുന്ന വഴിക്ക് ആ ഡെസ്റ്റിനേഷനല്ല ഇങ്ങോട്ടാണ് നല്ലതെന്ന് തോന്നിയാൽ ഈ വഴിയാണ് നല്ലതെന്ന് അങ്ങോട്ടേക്ക് മാറുക. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുക. പക്ഷെ അടുത്ത സ്റ്റെപ്പ് വെക്കുക, ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിന്ന് പോകരുത്. ചിലപ്പോൾ പുറകോട്ട് കിടക്കേണ്ടി വരും. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയല്ല, കുറച്ച് പുറകോട്ട് കിടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ബാക്കോട്ട് വരേണ്ടി വരും. അത് കുഴപ്പമില്ല. പക്ഷേ നിന്ന് പോകരുത്. ഓക്കെ, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായി, ഞാൻ വേറൊരു ജനറേഷൻ തന്നെ ആയിപ്പോയോ എന്ന് എനിക്കിപ്പോൾ തോന്നും. പക്ഷെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയോ. കുറേ ആലോചിച്ചുണ്ടാക്കി ചെയ്ത വീഡിയോ ആണ്. പിന്നെ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് പറയോ. പിന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയൂ കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.